ഡാൻസ് മക്കളെ. എള്ള്, അരി, ശർക്കര, കടല അല്ല കപ്പളാട്ടി കടല ഒക്കെ ഇട്ടിട്ട് നമ്മൾ ചെറിയ ജീരകം വലിയ ജീരകം ഒക്കെ ഇട്ടിട്ടുള്ള ഒക്കെ ഒരു പൊടി ഉണ്ടാക്കിയാണ് കേട്ടോ. അണ്ടിപ്പുട്ടാണ്, എള്ളും പുട്ട്. അരി എന്തിനും വേണമെങ്കിൽ പറയാം. എന്തൊരു ടേസ്റ്റാണെന്നറിയോ കഴിക്കാൻ. നമ്മൾ പ്രസവിച്ച് പെണ്ണിന് ഉണ്ടാക്കി കൊടുക്കൂല അങ്ങനെ എള്ളും ചതൂപ്പിയും അതൊക്കെ അതുപോലത്തെ ഒരു ഡിഷാണ്. അത് കട്ട പിടിച്ചിരിക്കണ്. ഇന്ന് രാവിലെ അടിച്ചതാണ് സുബൈക്ക്. നമുക്ക് കൊട്ടിക്കൊടുക്കാം. ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ പ്രസവരക്ഷയ്ക്ക് കൊടുക്കുന്ന സാധനം പോലെ ഉണ്ടാക്കിക്കാണ്. ശർക്കരയും എള്ളും അരിയും ചെറിയ നല്ല ജീരകം കരിയും പിന്നെ നമ്മളെ എല്ലാതും കുരുമുളകും ഒക്കെ ശരീരത്തിന് നല്ലതാണല്ലോ. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളാണ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പം അവിടെ കളഞ്ഞു ഇങ്ങോട്ട് കളിക്കാം. ഇങ്ങോട്ട് കയറിയിരുന്നു ഞാൻ ആയിക്കോളാം. ആയിക്കോട്ടെ കട്ടോടിച്ചേക്കും അവിടെയൊക്കെ കളഞ്ഞു പോണ അച്ചടിക്കങ്ങൾ നിങ്ങളോടിപ്പോൾ എന്താ കാട്ടിയത് അല്ല. അപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള സാധനം കേട്ടോ. കട്ട പൊടിച്ചേക്കും. എള്ളൊക്കെ നല്ലതാണ് കേട്ടോ ശരീരത്തിന്. ദഹനം നടക്കാനും ജീരകം ചെറിയ ജീരകം നല്ലതാണ്, പെരുംജീരകം നല്ലതാണ്. അടിപൊളിയാണ്. എള്ളും പൊട്ട് മക്കളെ, എള്ളും പൊട്ട് കഴിച്ചവരുണ്ടോ? എള്ളും അരിയും കപ്പലാണ്ടി പൊട്ടുകടലയും മിക്സറിൽ നിന്ന് കടല കുറേ ഉള്ള കടല മിക്സർ പൊടിച്ചു. അപ്പം ഞാൻ ഇതിലിട്ടിട്ട് എല്ലാം ഒന്ന് ക്രഷ് ചെയ്ത് പൊടിച്ച് ശർക്കര അതിലിട്ടു. അടിപൊളി ടേസ്റ്റാണ്. തടിക്കാനും ഒക്കെ നല്ലതാണ്. ശരീരത്തിന് രക്തം വെക്കാനും സൗന്ദര്യം ലഭിക്കാനും അടിപൊളി ടേസ്റ്റ് ആണെങ്കിൽ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കിട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. എള്ള് മേടിക്കുക, കറുത്തുള്ള കേട്ടോ. ഒരു രക്ഷയില്ല, നന്നായ ടേസ്റ്റാണ്. അങ്ങനെ പൊടിയായിട്ട് കഴിക്കണം, അല്ലാതെ ഉരുട്ടുന്നില്ല കേട്ടോ. അത് കട്ടൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. വലിയ അപ്പത്തിന് വന്നിട്ട് തൊക്കീനും കളിഞ്ഞു. അടുത്ത കട പറഞ്ഞു ഒരു കടുപ്പം കാട്ടലാണ്. കുട്ടികളെ മായില്ല. പ്രായമായി കഴിഞ്ഞാൽ കുട്ടികൾ തന്നെ ഇല്ല മക്കളെ. നമ്മളൊക്കെ പ്രായമാവും ഒരു കാലത്ത്. ഓരോ അവസ്ഥ നമുക്കും വരും. കുറ്റം വേറെയല്ല മക്കളെ. അപ്പോൾ അറ്റോ അപ്പാടൊക്കെ പരത്തി ഇപ്പോൾ കൂവപ്പണിയിലൊക്കെ. അപ്പോൾ മക്കളെ പെരും വെയിലാണ്. കണ്ണ് പൊളിച്ചിട്ട് നോക്കാനും മെച്ചമില്ലാത്തൊരവസ്ഥയല്ലേ വെയിൽ കൂടുതലായി കഴിഞ്ഞാൽ. ഒരു നോർമൽ ഒരു ഇളം കാറ്റുണ്ടാവുകൊണ്ട് നമുക്കൊരു സമാധാനമുണ്ട്. ഇതിൻ്റെ തക്കാളി ഉണ്ടായിക്കോ മക്കളെ എന്ന് കാണിച്ചാൽ വരാട്ടാൽ. തക്കാളി ഞാൻ ഭാഗ്യതാണ്. അവിടെ ചീരക്കടക്ക കുമ്പിട്ട് നിൽക്കണു. ഇവിടെ നോക്കാണീ ചീര കുമ്പിട്ട് 3 തക്കാളി ഉണ്ടായിക്കണു. ടൊമാറ്റോ ഇത് നമ്മുടെ ടൊമാറ്റോ 3 ടൊമാറ്റോ. ഇതിപ്പോൾ എന്ത് മുന്തിരി മുളകാന്ന് എനിക്കറിയില്ല പൊന്നു മക്കളെ. ഇതെന്ത് മുളകാണ്? സരിത്ത കൊടുന്നതാണ്.
ഇൻ്റെ റോസാപ്പൂ കണ്ടില്ലേ മക്കളെ? ഇല റോസാണ്. നല്ല മനോഹരമായ ഫ്ലവർ അല്ലേ? ഫ്ലവറ് ചോളോനൊക്കെ അതാ മക്കളെ. ഇതാണ് മക്കളെ നീലാംബരി. ഇതിപ്പോൾ നല്ല തെത്ത് ഇപ്പോൾ ഒരു നല്ലൊരു പച്ചപ്പൊക്കെ വന്നിട്ടാ. കരിമ്പച്ച ആയിരിക്കുകയാണ്. ചാണക പച്ച, ലൈറ്റ് പച്ചായിരുന്നു. ഈ കാശിത്തുമ്പൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇത് മക്കളെ പൂച്ചെടിയാണ് അത്ഭുതം. അതിൽ റെഡ് കളർ എന്നുള്ള നല്ല അടിപൊളി റെഡ് കളറാണ്. പല ഐറ്റമുണ്ട്. വെള്ളമുണ്ട്, വയലറ്റ് ഉണ്ട്, ഒക്കെ ഓരോരുത്തുനിന്ന് കാണാൻ പറ്റിട്ടാ. ഈ കോഴികളൊക്കെ കഴിച്ചിട്ട് മക്കളെ 10 മണിയൊക്കെ പോയി. ഇതാ തെത്ത് നിൽക്കണം കേട്ടോ. അതേതാ റോസ എന്താണ്? റോസാന്നാവോ? ഇത് നമ്മളെ ചോളോനും പയര് അമര ഉണ്ടല്ലേ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ കൊറ്റിയായി. മൈലാഞ്ചിനൊക്കെ നമ്മൾ വെട്ടിയിട്ട് അപ്പോൾ തീർത്തതാട്ടോ അതൊക്കെ. മീ വായ്പയില്ലാത്തവരൊക്കെ ഇവിടെ ഉണ്ട്. അവിടെ വെല്ലിമ്മത് സൂപ്പായി കുടിച്ചത്. ഇതിലാകെ തേറ്റി. ഒന്നും കൂടെ അടിച്ചെടുക്കാൻ നോക്കട്ടെ. എടുക്കുക. സുന്ദരി വെല്ലിമ്മ, സുന്ദരി വെല്ലിമ്മ. നമുക്ക് എന്താ പേഷകളോട് പറയാനുള്ളത്? അസ്സലാമു അലൈക്കും, സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചു. അവിടെ വള്ളത്തിൽ മക്കളെ നമ്മൾ കുറച്ച് ചൂടുവെള്ളം വേണ്ട ഭയങ്കര ഇതായിട്ട് കട്ടൊക്കെ പിടിച്ച് മിക്സിയുടെ ഉള്ളിൽ ടൈറ്റായി നിൽക്കുന്നത്. അപ്പോൾ നമ്മളെ എള്ളും അരിയും പൊട്ടുതാ അവിടെ നമ്മൾ കുഴച്ച് അവൻ്റെ കട്ടൊക്കെ ഉടച്ച് യോജിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മളൊന്ന് ചെറിയ ബോൾസാക്കിയിട്ട് ഒന്നിടാം. ഇതാണ് എള്ളും പൊട്ട്. നിങ്ങൾക്ക് കൊതി തോന്നുന്നുണ്ടോ മക്കളെ? എന്നാ ആര് നിൽക്ക്, ഞാനിപ്പോൾ ഇത് കുളിച്ചൊക്കെ വേണം. ഷാനിനോട് പറഞ്ഞാൽ വേണേ ചെയ്യണ്ടേ? പാട്ട് പാടാൻ പറയുന്നു. വലിയ ഷാനുമോന് അത് ഉണ്ടാവുകൊണ്ടപ്പോൾ ഞാൻ ജീവിച്ചോളത്. എല്ലാ കാര്യവും അത് കൊണ്ടെടുക്കണോണ്ട് ഭയങ്കര ബിസിയുണ്ട്. ഞങ്ങൾ കുറേ ലോങ്ങാണ്. കാണാനൊന്നും വിളിക്കും, കാണാനൊന്നും പറ്റില്ലല്ലോ. എൻ്റെ അഞ്ചന്മാർ എൻ്റെ മുർഷിമോനൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. നമ്പറില്ല, ഒക്കെ പോയിക്കണം. കുറേ നോക്കി. അന്നാ ഇൻ്റർവ്യൂ ചെയ്തിട്ട് പോകുന്നതാണ്. പിന്നെ കണ്ടിട്ടില്ല അവരൊന്നും. ജെസ്സിനെ വിളിക്കും. ജെസ്സിനെ പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് കാണും. ജെസ്സി ഞാൻ തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ കൂട്ടുകെട്ട് കൂടുതലായിട്ട്. ഓളെ മാപ്പിള വരോളം ഉണ്ടാവും ഞങ്ങളുടെ ആ സ്നേഹം. എന്നും ഉണ്ടാവും. മാപ്പിളക്ക് വലിയ കാര്യമാണ് എന്നൊക്കെ. ഞാൻ എൻ്റെ ഒപ്പം പറഞ്ഞേക്കണതൊക്കെ ഇഷ്ടം. ഞാൻ ഉണ്ടോ ചേർത്താല്ല പോകുള്ളൂ. അങ്ങനെ വേണം തുടക്കാരത്തികൾ ഓലെ ചേർത്ത് പിടിക്കുക. നമ്മളെ ചേർത്ത് പിടിക്കുമ്പോൾ അതൊക്കെ തന്നെ ഒരു കാര്യമുള്ളൂ ദുനിയാവിൽ. അങ്ങനത്തെ ഒരു സ്നേഹം കിട്ടണം. അതോളം ഐശ്വര്യം മക്കളെ. ഈ കിബറും അഹങ്കാരം വെച്ച് നടന്നിട്ടൊന്നും നമുക്കൊന്നും നേടാൻ കഴിയില്ല. നമുക്ക് സ്നേഹിക്കണം, സ്നേഹിക്കാൻ പറ്റണം. വണ്ടിപ്പൊട്ട വെള്ളം പൊട്ടി കണ്ടില്ല, എള്ളും അരിയും കൂടെ നല്ല ശരീരത്തിന് നല്ല രക്തം വെക്കാനൊക്കെ നല്ല ഗുണകരമായ കാര്യങ്ങൾ. അരി നമ്മുടെ വീട്ടിലുണ്ട്. എള്ള് കുറച്ച് മേടിക്കണം. പിന്നെ ഞാനിതിന് ചെറിയ ജീരകവും ഏലക്കായ് കണ്ടില്ല കേട്ടോ.
പിന്നെ അല്പം കുരുമുളക് ഇട്ടിക്കണം കേട്ടോ. അതൊരു കിതപ്പിനൊക്കെ നല്ലതാണ്. ഇരിക്കട്ടെ ഇത്. ഇതിൽ ഞങ്ങൾ ഇപ്പോൾ ഉരുള ഇട്ടേ കാണുള്ളൂ. ഓരോ ഉരുള എടുത്ത് മാവെന്ന് പറയാനുള്ളൂ, വലിയ മാവൊക്കെ. ഇതൊക്കെ പല്ലില്ലാത്തവർക്ക് തിന്നാനും സിമ്പിളല്ലേ. വലിയമ്മ ഞാൻ അവിടേക്ക് പോയപ്പോഴത്തേനും രണ്ടും പാലിൽ നല്ല ഇഷ്ടമാണ് ഇതൊക്കെ. പക്ഷേ എനിക്ക് വല്ലപ്പോഴൊക്കെ മധുരം വലിയ മീഡിയം മധുരം കേട്ടോ, നല്ല മധുരമില്ല. എള്ള് ശരീരത്തിന് നല്ലതാണ്, രക്തം വെക്കാൻ, രക്തമില്ലാണ്ട് കൊടുക്കുന്നതാണ് വേണത്. ഇപ്പം നിൻ്റെ കണ്ണ് കണ്ടു, ഇന്ന് എവിടെയും കുടിയിലൊക്കെ തുരുക്കില്ലല്ലോ, അങ്ങനെ മടക്കല്ലേ. അപ്പോൾ പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഔഷധം ചേർന്ന ജീരകവും വലിയ ജീരകവും അതിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കുമ്പോഴേ നല്ല ടേസ്റ്റാണ്. കഴിച്ചാൽ 1, 2, 3 ഒക്കെ തിന്നാൻ തോന്നും. കഴിഞ്ഞ വീഡിയോയിൽ അണ്ടിപ്പുട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ടായിട്ടോ. അപ്പോൾ എല്ലാവരും എങ്ങനെ ഉണ്ടാക്കാറൊക്കെ ചോദിച്ചതാ. അപ്പോൾ റെസിപ്പി പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചാലുള്ളൂ നമ്മളെ ശരീരത്തിനും. ഈ പുറത്തുനിന്നുള്ള മേടിച്ചിൽ കഴിക്കണം, അവനാൻ്റെ വീട്ടിൽ നാച്ചുറലായിട്ട് ഉണ്ടാക്കി കഴിക്കണത് വേറെ ഒന്നും. ഇന്നലെ പേരുന്നൊരു വീഡിയോയിൽ കണ്ടിട്ടോ, ഹോട്ടലിൽ പോലീസ് സാറ് കഴിക്കും മേടിച്ച ബിരിയാണിയിൽ പാറ്റ. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ആകെ വൊമിറ്റ് ചെയ്യാൻ വന്നൊക്കെ ചെയ്തു. ബിരിയാണിയിൽ പാറ്റൊക്കെ ചത്ത് കിടക്കും. അലേക്കാൻ വയ്യ പൊന്നുമക്കളെ. അപ്പോൾ പുറത്തുനിന്ന് കഴിക്കാതെ നമ്മളെ വീട്ടിൽ അണ്ടിപ്പുട്ടൊക്കെ പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ ഒരുപാട് ക്യാഷാവും. പക്ഷെ നമ്മളെ വീട്ടിൽ നാച്ചുറലായിട്ട് ഉണ്ടാക്കണത് ഓല എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്കറിയില്ല. എന്നാലും കാണുമ്പോൾ ആ ചില്ലിക്കൂട്ടിരിക്കുമ്പോൾ നല്ല ടേസ്റ്റും കാര്യങ്ങളേക്കാരും. ഓല് കടക്കാർക്കും ഇപ്പോൾ അതറിയില്ല, നല്ല രസമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, സീ യു. അസ്സലാമു അലൈക്കും.